നമ്മുടെ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ മാത്രമല്ല, ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആയിട്ട് 1/10 സ്കെയിലിൽ ഒരു വലിയ വണ്ടി. അപ്പോൾ അതിനുവേണ്ടി വണ്ടിയുടെ കുറച്ച് റെഫറൻസ് ഇമേജ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും 3D പ്രിന്റ് ചെയ്യുന്നില്ല, ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് കേട്ടോ ഇതിനെ ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു വണ്ടിയുടെ ഒരു ചേസിലേക്കാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതെ, ഈ ഒരു ഡിസ്കവറിയുടെ ചേസിലേക്കാണ് നമ്മൾ നമ്മുടെ വാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വണ്ടി നമ്മുടെ വീഡിയോസിൽ അധികം വരാത്ത വണ്ടിയാണ് കേട്ടോ. സെബിച്ചൻ അത് UK മേടിച്ചുകൊണ്ട് വന്നാണ്. അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ട് നല്ല സ്കെയിൽ ലുക്കിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറച്ച് റേഡായിട്ടുള്ള പീസാണ്. അത്യാവശ്യം ഇതിന്റെ പ്രീവിയസ് ഓണർ ഇതിൽ അത്യാവശ്യം നല്ല പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിക്ക് കുറച്ച് പണിയും കൂടെ ബാക്കിയുണ്ട്. നമ്മുടെ വയറിങ് കാര്യങ്ങളൊക്കെ കുറച്ച് പെൻഡിങ് ആണ്. അപ്പോൾ ആ വർക്കിന്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്ക് ഡോറൊക്കെ ഇതുണ്ടോ, ഇന്റീരിയറും കാര്യങ്ങളൊന്നും ഇല്ലാതെ വേണേൽ നമുക്ക് മേടിച്ച് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കണം. അത്യാവശ്യം സമയം എടുക്കും. ഈ ഡോറൊക്കെ ഇങ്ങനെ തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിലെ ഡോറും നമുക്ക് തുറക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടല്ലോ, പക്കാ സ്കെയിൽ ലുക്ക് വണ്ടിയാണ്, ഹാർഡ് ബോഡിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ബോഡി ഇപ്പം നമുക്ക് ആവശ്യമില്ല, തൽക്കാലത്തേക്ക് നമ്മൾ ഇതിങ്ങനെ എടുത്ത് മാറ്റാൻ പോവാണ്. പിന്നെ ഈ വണ്ടിയുടെ ടയറിന് ഒരു പ്രത്യേകത ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ ബോഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല, ഇതുണ്ടല്ലോ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ചേസസ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അത്യാവശ്യം സംഭവങ്ങളെല്ലാം തന്നെ മെറ്റലാണ് വരുന്നത്. പക്ക ഒരു ഹോബി ഗ്രേഡ് ക്രോളറാണ് കേട്ടോ. ഇതിന്റെ ടയർ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ സ്കെയിൽ ലുക്കിന് വേണ്ടി ചെറിയ ടയറാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം കോസ്റ്റ്ലി ഉള്ള ടയർസ് തന്നെയാണ്. നോർമലി നമ്മുടെ വില്ലീസിനൊക്കെ നമ്മൾ ഇടുന്നത് ഈ ഒരു ടയറാണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് കണ്ടല്ലോ, അതെന്താണെങ്കിലും നമുക്ക് ഭയങ്കര പോസിറ്റീവാണ്. കാരണം നമ്മുടെ വാൻ ചെയ്യുമ്പോൾ വാനിന്റെ സൈസ് എന്താണെങ്കിലും ഇത്രയും വലിയ ടയർ വരത്തില്ല. അതിന്റെ ടയർ സത്യം പറഞ്ഞാൽ ചെറുതാണ് കേട്ടോ. പക്ഷേ ഇത്രയും വീതി കാണത്തില്ല, അതെന്താണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതിലേക്കാണ് നമ്മൾ ഈ സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കുറച്ച് സാധനങ്ങൾ റഫായിട്ട് പ്ലാൻ ചെയ്ത് കട്ട് ചെയ്തതാണ്. ഇപ്രാവശ്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് PVC-ലാണ്, അതായത് പ്ലാസ്റ്റിക് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് PVC റിജിഡ് ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റാണ് കേട്ടോ. 2 mm ഷീറ്റാണ്. നമുക്ക് ഈസി ആയിട്ട് കട്ടറൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ PVC പൈപ്പ് ഹീറ്റാക്കിയാണ് ഇങ്ങനെ എടുക്കുന്നത്. പക്ഷേ ഇത്രയും വലുതായതുകൊണ്ട് അത് പാടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മൾ പേപ്പറിൽ റഫായിട്ടൊന്ന് വരച്ച് ഇതിനെ കട്ട് ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഈ ഒരു പ്ലാൻ, ഈ റഫായിട്ടുള്ള ഒരു പ്ലാൻ ഇതേ സ്കെയിൽ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സ്കെയിൽ ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. 2 സൈഡിലേക്കുള്ള 2 പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു സാധനം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് ബേസ് സത്യം പറഞ്ഞാൽ ഇതൊരു സ്ക്വയർ സാധനം ആയതുകൊണ്ട് ഒരു ബേസ് വേണമായിരുന്നു. അതുമല്ലാതെ നമ്മുടെ ചേസയിലേക്ക് ഫിക്സ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 mm പീസ് 2 കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് അത്യാവശ്യം ഹാർഡ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചേസയിലേക്ക് ഫിക്സ് ചെയ്യാം. ഇതിന്റെ വിഡ്ത്ത് നമ്മൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട്, കാരണം വാൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലേക്കാണ്, പുറത്തേക്കാണ് നിൽക്കുന്നത് കേട്ടോ ബോഡി. ഒരെണ്ണം ഈ ടയർ അകത്തും പോകും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. ലെങ്ത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ലെങ്ത് അവസാനമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മോട്ടർ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ചേസിൽ ഇച്ചിരി പൊങ്ങിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്പേസ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ബോഡി എടുത്ത് ഏകദേശം അങ്ങ് വെച്ച് നോക്കി അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. നമുക്ക് കാരണം ഇതിന് കറക്റ്റ് മെഷർമെന്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ലുക്ക് വൈസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അങ്ങ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മളിങ്ങനെ ജസ്റ്റ് ടെമ്പററി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സൈഡും ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഏകദേശ കണക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫൈനൽ ഔട്ട് എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്താണ് നമ്മൾ ഇനി ഇതിന്റെ സൈഡ്, ഇപ്പോൾ ഈ ഒരു സൈഡ്, ഈ 2 സൈഡും ടെമ്പററി ആയിട്ട് ഇതിലേക്ക് അങ്ങ് ഒട്ടിക്കുവാണ്. എന്നാലേ ഉള്ളൂ നമുക്ക് ഫ്രണ്ടിലെ ഒരു മെഷർമെന്റ് ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വണ്ടിയുടെ ബേസിക് സ്ട്രക്ചർ, കാരണം മെയിൻ ആയിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. സൈഡിലെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ വണ്ടിയുടെ വീലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇച്ചിരി ഇറങ്ങിയാണ് കേട്ടോ ബോഡി വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കണം. വണ്ടിയുടെ വിഡ്ത്ത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ചേസിൻ്റെ വീൽ ബേസ് അതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചേസിൽ നമുക്ക് വേറെ പണിയൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. കാരണം ആ വണ്ടി നമുക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. വീതി കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് ബാക്കി ഷേപ്പൊക്കെ കറക്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഷായിപ്പാപ്പിൻ്റെ വണ്ടി കറക്റ്റായിട്ട് ഒപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, ഇതേ വണ്ടി ഓണായിട്ടുണ്ട്. ഇങ്ങനെ തിരിയുമ്പോൾ വേറെ സീനൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ടല്ലോ, എങ്ങനെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. മുകളിലൊരു മഡ് ഫ്ലാപ്പ് കൂടെ നമുക്ക് പിന്നെ ചെയ്യണം. അപ്പോൾ ഇത് സീനില്ല. നമുക്ക് വണ്ടി ഒന്ന് താഴെ വെച്ച് നോക്കാം. കാരണം മുകളിൽ കുറച്ച് വെയിറ്റ് വരുമ്പോഴത്തേക്കിനും ഇതിച്ചിരി താഴും കേട്ടോ. ഇത്രയും ട്രാവലുണ്ട് സസ്പെൻഷന്. അപ്പോൾ അത്രയും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും വീൽ എവിടെയെങ്കിലും തട്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. ബാക്കിലെ വീല് വലിയ കുഴപ്പമില്ല, സൈഡിലൊന്നും എഡ്ജ് തട്ടുന്നൊന്നുമില്ല. ഇത് നമുക്ക് ഫുള്ളൊന്ന് സസ്പെൻഷൻ പ്രസ് ചെയ്ത് വെച്ചിട്ട് ടേൺ ചെയ്ത് നോക്കാം കേട്ടോ.
ഇതെന്താണല്ലോ ഓക്കെ. ഇനി നമുക്ക് ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ എടുക്കുന്നത്. ബാക്കി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള പണി എടുക്കേണ്ടിയിരുന്നു കേട്ടോ. ഒരുപാട് സാധനം കട്ട് ചെയ്ത് വെച്ച് നോക്കിയിട്ടൊക്കെ കുറേ ഫെയിലായിപ്പോയി. സക്സസ് ആയതിനേക്കാളും കൂടുതൽ ഫെയിലായിട്ടാണ് കേട്ടോ പോയത്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സൈഡിലെല്ലാം ശരിക്കും നമ്മൾ ചൂടാക്കിയിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു ഈ ഷീറ്റിന്. ആ സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഫ്ലെക്സ് ആയി പോകാം കേട്ടോ. ചൂട് കൂടിയതിൻ്റെയാണ് അത് മെറ്റീരിയൽ ഇത്രയും വലുതായതുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പം തന്നെ ഞാൻ പ്ലാൻ ഡ്രോപ്പ് ചെയ്താണ് കേട്ടോ. പിന്നെ കുറേ ആലോചിച്ചൊക്കെ നമ്മൾ ഒരു ഷീറ്റൂടെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മോഡൽ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേന് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഒരു റിയലിസ്റ്റിക് ലുക്ക് വരാൻ വേണ്ടി നമ്മൾ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് പീസ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു വളവ് വേണമായിരുന്നു. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അതുപോലെ സാധനം കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ബാക്കാണ്. ബാക്കിൽ ശരിക്കും നല്ല കർവാണ് ഫോട്ടോയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ. അപ്പോൾ അതും കൂടെ ചെയ്യാം. എല്ലാം തട്ടിക്കൂട്ട് പരിപാടികളാണ്, പക്ഷേ എന്തൊക്കെയോ രീതിയിൽ സക്സസ് ആകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ മെയിൻ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് പണിയുണ്ട്. ഇനി ഇതിൽ ഏറ്റവും എന്നെ കൺഫ്യൂസിങ് ആക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഫാണ് കേട്ടോ. റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ബസ്സുകൾക്കുള്ള പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സാധനമല്ല, കുറച്ച് കർവ്ഡ് ആയിട്ടാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പ് അത്യാവശ്യം നല്ല രീതിക്കുള്ള കർവാണ് കേട്ടോ ഈ ഒരു കോർണറിലും ഒക്കെ വരുന്നത്. അത് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ 1-2 സാധനം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷേ അത്യാവശ്യം നല്ല പണിയാണ് അതുപോലെ തന്നെ കിട്ടണമെങ്കിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പാട്ട് 3D പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തത്, അതായത് ഞാൻ തന്നെ മോഡൽ ചെയ്തെടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പീസാണ്. മോഡലിംഗ് എനിക്ക് അറിയത്തില്ല, പക്ഷെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ട്രൈ ഒക്കെ ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്തതാണ് കേട്ടോ. കുറച്ചും കൂടെ ഷേപ്പ് പെർഫെക്റ്റ് ആകാനുണ്ട്. ഇത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇത് വെച്ച് കഴിയുമ്പോൾ ഇതുണ്ടല്ലോ, ഈ കോർണറിലൊക്കെ കുറച്ചും കൂടെ സാധനങ്ങൾ ഷേപ്പായിട്ട് വരാനുണ്ട്. ഇവിടെ നമുക്ക് എന്താണെങ്കിലും സാൻഡ് ചെയ്ത് ബാക്കിയുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ആയിരുന്നു മെയിനായിട്ട് കിട്ടേണ്ടത്. ഈ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് ഇതിനിടയ്ക്കത്തെ പീസ് തന്നെ എടുത്ത് പ്രിന്റ് ചെയ്തെടുത്താൽ മതി. അതുകൊണ്ട് അത് നമുക്ക് എങ്ങനെ രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇന്റീരിയറും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുമല്ല പറ്റുവാണെങ്കിൽ നമ്മുടെ ആടിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ഈ സീറ്റിലൊക്കെ ജസ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാനും കൂടി ഉണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനിയുള്ള പണികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫിനിഷിംഗ് പരിപാടികളൊക്കെയാണ്. നമ്മുടെ സ്ട്രക്ചറൽ വർക്ക്, മെയിൻ സ്ട്രക്ചറൽ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചേസയിലേക്ക് ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് വണ്ടി വഴി കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. വണ്ടിയുടെ ആക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. വണ്ടിയുടെ ചേസിൽ നമ്മൾ കാര്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേകിച്ച് തുളയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഓൾറെഡി ഒരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇച്ചിരി നീളമുള്ള നട്ടും ബോൾട്ടും എടുത്ത് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനനുസരിച്ചാണ് നമ്മൾ ബോഡിയിലും തുളയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോഡി ജസ്റ്റ് എടുത്ത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഹോളൊക്കെ ഏകദേശം കറക്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ മോളിൽ നിന്ന് ബോൾട്ട് ചെയ്യുന്നില്ല, കാരണം 4 എണ്ണം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ നമുക്ക് ഊരി എടുക്കേണ്ടതാണല്ലോ. ഇതെന്താണെങ്കിലും പോകത്തൊന്നുമില്ല. അപ്പോൾ വണ്ടി ഓൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് റിമോട്ടും കൂടെ ഓക്കെ, വണ്ടി ഓൺ ആയിട്ടുണ്ട്. ഇതിൽ ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള സസ്പെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം ഒരു വാൻ്റെ പോലെ അല്ല, കാരണം ക്രോളർ ആയതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് വർക്ക് ചെയ്യുന്നത്. അതുമല്ല വണ്ടിയുടെ ബോഡിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ
വണ്ടി ഓടുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. എന്താണേലും രസമാണോ അത് റിയലിസ്റ്റിക് ആയിട്ട് വരുമോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. എന്നാലും ഇത് ഇത്ര ആക്ഷൻ വരുന്നുണ്ട് സസ്പെൻഷന്. ഇത് കണ്ടല്ലോ. നമുക്ക് ജസ്റ്റ് ടേബിളെ കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. രസമുണ്ട് വണ്ടിയുടെ ആക്ഷനൊക്കെ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടി ആ ചാടി വരുന്നത് നല്ല രസമാണ് കേട്ടോ. ഇത് കണ്ടോ. വീലൊന്നും എവിടെയും തട്ടുന്നില്ല, കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെയിറ്റ് വരും വണ്ടിക്ക്, കാരണം ഇതിനകത്തുള്ള സാധനങ്ങളും ഇൻറ്റീരിയറും റൂഫും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാ കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് കൊണ്ട് മണ്ണിൽ കൂടി ഇതിനൊന്ന് ഓടിച്ച് നോക്കിയാലോ. ഇപ്പോൾ റിമോട്ട് ഇങ്ങോട്ടും പിടിച്ചോ. ഇങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ ഒഫീഷ്യൽ ഡ്രൈവർ. ആക്കളല്ലേ, വണ്ടി ഇവിടെ ഇരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ. റെഡിയാണോ? റിമോട്ട് ഓണാക്കി. ഓണായി. പതുക്കെ ഓടിച്ചു നോക്കി. അടിപൊളി, ഓടിച്ചോ. വണ്ടിയുടെ ആക്ഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇറങ്ങിപ്പോരെ, വണ്ടിയുടെ പുറകെ കിടന്ന് ഓടിച്ചോ. വാ, ചെരുപ്പൊക്കെ ഇട്ടോണ്ടോ, നമുക്കൊന്ന് ഓഫ് റോഡ് പോയിട്ട് വരാം. അങ്ങ് ദൂരമല്ല, അപ്പൊ താഴത്തെ പറമ്പില്. അയ്യടാ, അപ്പൊക്കെ എവിടെയാ ഓഫ് റോഡ് പോകുന്നേ? മലയില്. ബാ, ഓടിച്ചോ. ഇവിടെ ഇറക്കിയപ്പോഴത്തേക്കും ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് തട്ടിയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ബസ്സിനുള്ളത് പോലെ തന്നെ, കാരണം കുറച്ച് കെയർഫുൾ ആയിട്ട് ഓടിക്കേണ്ട സാധനമാണ് കേട്ടോ. അപ്പോൾ പോരട്ടെ, പതിയെ പോകണം, അല്ലെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ തട്ടും. പോട്ടെ, നിൽക്കട്ടെ. അതുണ്ടല്ലോ. വണ്ടി ചെരിയുന്നതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ വരുന്നുണ്ട്. മഴ നനയത്തില്ലേ, പനി പിടിക്കത്തില്ലേ? എന്നാൽ ഒരു റൗണ്ട് ഓടിക്കും പെട്ടെന്ന്. മഴയൊക്കെ പെയ്തിട്ട് കേട്ടോ. പക്ഷെ വണ്ടി നമ്മുടെ വാട്ടർ പ്രൂഫാണ്, അതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. വാട്ടർ പ്രൂഫ് അല്ലാത്ത ഈ ഹാങ്കുട്ടനെ ഞാനും മാത്രമേ ഉള്ളൂ. പോട്ടെ. ഇവിടെ കുഞ്ഞൊരു കല്ലുണ്ട്, ഇതേ കൂടെ ഈ ഹാങ്കുട്ടനോട് അടിവശം മുട്ടാതെ കയറ്റിക്കാൻ പറഞ്ഞേക്കുവാണ്. എങ്ങും മുട്ടിക്കരുത്, പതിയെ വേണം. സൂപ്പർ സൂപ്പർ. പതിയെ. അടിപൊളി, സൂപ്പർ. അതിലെ തിരിച്ചോ. മഴ സ്പീഡിൽ പോക്കോ. പറപ്പിച്ചോ. അയ്യോ, കുഴപ്പമില്ല, പോട്ടെ. വീട്ടിലോട്ട് കയറിക്കോ. നീ മഴ നനയാത്ത സ്ഥലത്ത് പോയി നിന്നേ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള മഴ തുടങ്ങിയിട്ടുണ്ട്. ഏക്കൂട്ടാ, വണ്ടി എങ്ങനെയുണ്ട്? ഇത് ഏത് വണ്ടിയാന്ന് പറഞ്ഞേ? ഷാജിബാബന്റെ വാനാ. ഇനി കുറെ പണിയെടുക്കാനുണ്ട്. ഇവിടെ ഇരുന്നോണ്ട് മഴയത്തോടെ ഓടിച്ചോ. കൊറേ സമയം ഓടിച്ചോ, കുഴപ്പമില്ല. ജോലിക്ക് പോണം. അപ്പൊ എന്താണേലും ഇനി കുറെ പണിയെടുക്കാനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന പണികളാണ്. അപ്പൊ ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വണ്ടിയിൽ വെറൈറ്റി എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതുകൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റ കൊടുക്കാം എല്ലാവർക്കും. ടാറ്റാ.